എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ SSC ടൈപ്പിംഗ് ടെസ്റ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പൊ SSC CGL നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, SSC CGL നും അതേപോലെ CHSL മെയിൻസ് CGL നും CHSL നും ഇപ്പൊ ടൈപ്പിംഗ് ഇമ്പോർട്ടന്റ്, അതായത് കമ്പൽസറി ആക്കി. അതായത് പണ്ട് നമുക്ക് ചില പോസ്റ്റുകളിൽ മാത്രം മതിയായിരുന്നു CGL ന് ടൈപ്പിംഗ്, CHSL നും നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റന്റിനും CHSL ന് വേണമായിരുന്നു ടൈപ്പിംഗ്. പക്ഷേ CGL ന് നമുക്ക് ഇപ്പൊ എല്ലാ പോസ്റ്റുകൾക്കും വേണ്ടി എന്തുണ്ട്, ടൈപ്പിംഗ് കമ്പൽസറി ആക്കി. ഇപ്പൊ ഈ ടൈപ്പിംഗ് നമ്മൾ ഈ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവരത്തോടൊക്കെ നമ്മൾ SSCയുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ഈ ടൈപ്പിംഗ് ടെസ്റ്റിന് അവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ടൈപ്പിംഗ് പഠിക്കാം, ഒരു 3-4 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് നമുക്ക് ടൈപ്പിംഗ് എങ്ങനെ നമുക്ക് ആ സ്പീഡ് ഒരു 40 വേർഡ്സ് പെർ മിനിറ്റ് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡായെന്നാണ് അർത്ഥം. ആ 40 വേർഡ്സ് പെർ മിനിറ്റ് നമുക്ക് എങ്ങനെ എത്തിക്കാം. ഒരു 27 മതി CGL ന്, പക്ഷെ നമ്മളൊരു സേഫ് സൈഡ് നമുക്ക് ഒരു നോർമൽ ഒരു ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു 40 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. അതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളുടെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഇല്ലാത്തവർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലാത്തവർ നിങ്ങൾക്ക് നിങ്ങളുടെ കഫേയിൽ പോയിട്ട് 1 മണിക്കൂറിന് കുറച്ച് പൈസ ആവത്തുള്ളൂ, 10-30 രൂപയ്ക്ക് നിങ്ങൾക്ക്, അത് ഓരോ സ്ഥലത്ത് അനുസരിച്ചിരിക്കും. അപ്പോൾ 1 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയി പ്രാക്ടീസ് ചെയ്യാം. മിനിമം ഒരു ദിവസം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കൊടുത്താൽ തന്നെ നമുക്ക് ഒരു 3-4 മാസം കൊണ്ട് എന്ത് ചെയ്യാം, സ്പീഡ് ആക്കാം. അപ്പൊ നിങ്ങൾ എത്ര സമയം കൊടുക്കുന്നോ, ഒരു ദിവസം നിങ്ങൾ ഒരു 10 മണിക്കൂർ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അത് നമ്മുടെ മൈൻഡിന്റെ അതുമായിട്ട് അഡാപ്റ്റ് ആവത്തില്ല. കുറെ ദിവസം റെപ്പറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഈ ടൈപ്പിംഗ് ശരിയാവത്തുള്ളൂ. അപ്പൊ ദിവസം ഒരു അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും ഡെയിലി കൊടുത്താൽ മതി. എങ്ങനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്ത് ഇതായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഫസ്റ്റ് വേണ്ടത് നിങ്ങൾ ഗൂഗിളിൽ സോണി ടൈപ്പിംഗ് ട്യൂട്ടർ എന്ന് സെർച്ച് ചെയ്യുക. സോണി ടൈപ്പിംഗ് ട്യൂട്ടർ എടുത്തിട്ട് സോണി ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യുക. അപ്പൊ അതിനകത്ത് നിന്ന് അവരുടെ സൈറ്റിൽ പോകും. അവരുടെ സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഡൗൺലോഡ് ടൈപ്പിംഗ് ട്യൂട്ടർ എന്ന് കൊടുത്തിട്ട് ഓക്കെ, നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഡൗൺലോഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഇതാണ് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ നമുക്ക് പെയ്ഡിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ലേൺ ടൈപ്പിംഗ്, ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ ലേൺ ടൈപ്പിംഗ് ക്ലിക്ക് ചെയ്യും. ലേൺ ടൈപ്പിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് ഒരു കീബോർഡ്, നിങ്ങൾ ഒരു കീബോർഡ് വാങ്ങുക. കീബോർഡിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങേണ്ട ഒരു 250-300 രൂപയുടെ ഒരു കീബോർഡ് കൂടെ വാങ്ങുന്നത് നല്ലതായിരിക്കും. ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ കേടായി പോകും. അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലേൺ ടൈപ്പിംഗ്. അപ്പൊ അവര് കൈ എങ്ങനെ വെക്കണമെന്ന് എന്ത് ചെയ്യും, പറയും. കൈ വെക്കണമെന്ന് പറഞ്ഞാൽ ASDF അങ്ങനെയാണ് വെക്കുന്നത്. അതായത് നമ്മുടെ ചെറിയ വിരല് Aയില്, എസ് അടുത്ത വിരല്, നടുക്കത്തെ മിഡിൽ വിരല് Dയില്, അടുത്ത വിരല് Fല്. നമ്മുടെ തമ്പ് ഫ്രീ ആയിട്ട് ഇട്ടേക്കണം. അതേപോലെ ഇവിടെ നിന്ന് J മുതൽ ചെറിയ വിരല് JKLM. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് കാണിക്കും. അപ്പൊ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കാണിക്കാം. F എന്ന് പറയുമ്പോൾ കണ്ടോ, നമ്മൾ F എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ എവിടെയാണ് വെക്കേണ്ടത്, ആ വിരലാണ് വെക്കേണ്ടത്. അടുത്ത ജെക്ക് ആ പച്ച കത്തി. അടുത്ത സ്പേസിന് വേണ്ടി നമ്മൾ തമ്പ് ഉപയോഗിക്കണം. അടുത്ത F, അത് ഉപയോഗിച്ചു. J ടൈപ്പ് ചെയ്തു. അടുത്ത തമ്പ് ഉപയോഗിച്ചു, F J, എന്നിട്ട് സ്പേസ്. അടുത്ത തെറ്റാണെങ്കിൽ അത് പറയാം. F അടുത്ത സ്പേസ് ആണ്. ഇനി നമുക്ക് നോക്കി തന്നെ ചെയ്യാം. D എവിടെ നിന്നുണ്ടോ, D അടുത്ത അത് സ്പേസ്. D കണ്ടോ, D വിരലുണ്ടോ, അങ്ങനെ DF എന്ത് ചെയ്യാം, നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ടൈപ്പ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഫിനിഷ് ചെയ്ത ശേഷം അടുത്ത നെക്സ്റ്റ് വരും. അങ്ങനെ നെക്സ്റ്റ് ചെയ്ത് അങ്ങനെ ആദ്യമേ വേർഡ്സ് ആയിരിക്കും, നമ്മുടെ ഫിംഗർ പ്ലേസിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞ് വേർഡ്സ് വരും, അത് കഴിഞ്ഞ് പാരഗ്രാഫ് വരും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് വേർഡ്സ് ഉണ്ട്. പ്രാക്ടീസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ആദ്യമേ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തെറ്റ് വരും. തെറ്റ് കുഴപ്പമില്ല. തെറ്റി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ദിവസം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ആക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടച്ച് ടൈപ്പിംഗ് പഠിക്കും. ടച്ച് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡ് നോക്കിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് നേരെ നോക്കിയാണ് ചെയ്യുന്നത്. അത് വെക്കേണ്ടത് ASDF അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് ഈ ഫിംഗർ പ്ലേസിംഗ് അവിടെ ഒരു ഗ്രീൻ ഇത് കണ്ടല്ലോ, അപ്പൊ അത് അവര് പറഞ്ഞു എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു, കൈ അങ്ങനെയാണ് വെക്കേണ്ടത്. ASDF എന്നിട്ട് നമ്മുടെ ഇത് JKL പിന്നെ ഇത് സെമിക്കോളൻ. അപ്പൊ അങ്ങനെയാണ് വെക്കേണ്ടത്. എന്നിട്ട് അത് സ്പേസിൽ നമ്മൾ എന്ത് വേണം, 2 തമ്പും വേണം. പിന്നെ ബാക്കി ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച ചെയ്തിട്ട് ഈ ടച്ച് ടൈപ്പിംഗ് ഒന്ന് പഠിക്കും.
ഇത് സ്പീഡ് കുറഞ്ഞോട്ടെ കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ആ ഫിംഗർ ഏതൊക്കെ അക്ഷരം ഏതൊക്കെ സ്ഥലത്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം അറിയാൻ പറ്റും. പേസ് ഡിപ്പ് പിന്നെ മേളിലോട്ടൊക്കെ പോകുള്ളത് ഈ പറയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മേളിലോട്ട് ആ ഏത് വിരലാണെന്നുള്ളത് അത് കാണിക്കും, ഇതിനകത്ത് കാണിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോണി ടൈപ്പിംഗ് ട്യൂട്ടർ ഒരാഴ്ച ചെയ്തു. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു സൈറ്റിന്റെ പേരാണ് 10 ഫാസ്റ്റ് ഫിംഗേഴ്സ്. 10 ഫാസ്റ്റ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റ്. അത് നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കയറിയാൽ മതി. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഓൺലൈനായിട്ട് ചെയ്യാം. കുറച്ച് സ്പീഡ് ആയി കഴിഞ്ഞ ശേഷം, ആദ്യം കയറി ഇങ്ങനെ ചെയ്യേണ്ട, കുറച്ച് സ്പീഡ് ആയി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ചെയ്തിട്ട് 1 മിനിറ്റ് നമുക്ക് ഇവിടെ ടൈം ഒക്കെ ചേഞ്ച് ചെയ്യാം. ഇവിടെ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ടൈം ഒക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ടൈപ്പിംഗ് ടെസ്റ്റ് അഡ്വാൻസ് ഉണ്ട്, അതിനകത്ത് ടൈം ഒക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഓക്കെ. അപ്പം സ്പീഡ് കാണിച്ചു 49 വേർഡ്സ് പെർ മിനിറ്റ്, ആക്യുറസി ഒക്കെ കണ്ടു. 48 വേർഡ് കറക്റ്റ്, 2 വേർഡ് റോങ് ആണ്. നമുക്ക് 27 മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യാം, നമ്മുടെ വേർഡ്സ് പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും തെറ്റാതെ നോക്കുക. അതായത് ആക്യുറസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നടത്തി പ്രാക്ടീസ് കൊടുക്കുക. അപ്പൊ സ്പീഡ് കുറഞ്ഞോട്ടെ, സ്പീഡിൽ നിങ്ങൾ ആദ്യം നോക്കണ്ട, നിങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഫിംഗർ ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് ഫിംഗർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താനെ സ്പീഡ് കൂടിക്കോളും. അപ്പൊ ഞാനിപ്പോ ആ എക്സാമിന്റെ സമയത്തായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഇപ്പോഴും എനിക്ക് എന്താ, നമ്മൾ ഇത് ഡ്രൈവിംഗ് പഠിക്കുന്നതാണ്. ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ എന്താവും, ഇത് പ്ലേസ് ആവും. ഞാൻ ഇപ്പൊ ഒരുപാട് നാളായി ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സ്പീഡിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല സ്പീഡ് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാം. അപ്പൊ ഇത്രയും സ്പീഡ് ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്തു, 5-6 മാസം പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ ഉണ്ടായതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞു, സോണി ടൈപ്പിംഗ് ട്യൂട്ടർ പറഞ്ഞു, ഇതേപോലെ 10 ഫാസ്റ്റ് ഫിംഗേഴ്സ് പറഞ്ഞു. പിന്നെ വേറൊരെണ്ണമാണ് ടൈപ്പ് ഓൺലൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ SC എക്സാമിന് വരുന്നത്. അപ്പൊ ഇതും എന്ത് ചെയ്യാം, പ്രാക്ടീസിന് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഒലീവ് ബോർഡ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഒലീവ് ബോർഡ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഓരോത്തിന്റെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ SSCക്ക് വരുന്ന അതേ മോഡൽ, അതേ പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് വരുന്നത് അതേ പാറ്റേൺ തന്നെ ആയിരിക്കും. അപ്പം ഈ തെറ്റുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആദ്യം ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആവണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബൈ നൗ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്ത് ടൈപ്പിംഗ് ടെസ്റ്റ് മാത്രമായിട്ട് വാങ്ങാൻ പറ്റും, സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. ഓക്കെ, അങ്ങനെ വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുക. ടൈപ്പിംഗ് ടെസ്റ്റ് അങ്ങനെ വാങ്ങാൻ നോക്കുക. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ടൈപ്പിംഗ് മാത്രമായിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ വേറൊരു ഇതാണ് RKC നവാഡ എന്ന് സെർച്ച് ചെയ്താൽ മതി. RKC നവാഡ, അതും എന്താണ് ഇതേപോലെ ടൈപ്പ് ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നതാണ് RKC നവാഡ. ഈ സൈറ്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതും നമുക്ക് വാങ്ങാം. ഇതൊക്കെ അവസാനം ചെയ്താൽ എക്സാമിന്റെ സമയത്ത് ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കൈ സ്പീഡ് ആക്കുക, എന്നിട്ട് 10 ഫാസ്റ്റ് ഫിംഗേഴ്സിൽ ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, സ്പീഡ് ആക്കുക. പിന്നെ ഒലീവ് ബോർഡിന്റെ ടെസ്റ്റ് വാങ്ങുക, അല്ലെങ്കിൽ RKC നവാഡ എന്ന് പറയുന്നതിനകത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻറോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ടൈപ്പിങ്ങിന് എങ്ങനെ ചെയ്യണം, അപ്പൊ ഇതിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താവും, ഫൈനൽ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം. മാക്സിമം പേർക്ക് ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ടൈപ്പിംഗ് എങ്ങനെ അപ്രോച്ച് ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ അറിയാത്തവരുണ്ട്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ടേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഈ സോണി ടൈപ്പിംഗ്. അതിനകത്ത് എങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങളുടെ മാർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതില് 25 എണ്ണം എന്തോ 350 പാരഗ്രാഫ് ഉണ്ട്. അതിൽ 35 എന്തോ ഫ്രീ ആണ്, ബാക്കിയാണ് നമ്മൾ പൈസ കൊടുക്കുക വാങ്ങേണ്ടത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. എക്സാം മോഡൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, എക്സിറ്റ് എക്സാം മോഡ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ സോണി ടൈപ്പിംഗ് ട്യൂട്ടറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാം. പിന്നെ ഒലീവ് ബോർഡ് ആകുമ്പോഴത്തേക്കും സ്പീഡ് ആയിക്കോളും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈപ്പിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആരും ഇനി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്, ഇപ്പൊ തന്നെ തുടങ്ങിക്കോണം. CGL പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, പ്രിലിംസിന് മുമ്പ് തന്നെ നിങ്ങൾ ഇത്
പ്രാക്ടീസ് ചെയ്താലും 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താവും അവിടെ പോയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ വീഡിയോ മാക്സിമം പേരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ SSC യുടെ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി.